ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫുൾ ക്ലീനിങ് വീഡിയോ ആണ് കേട്ടോ. അതായത് നമ്മുടെ മുകളിലത്തെ നില മൊത്തം ക്ലീനിങ് ആണ് കേട്ടോ. 3 ബെഡ്റൂമും കാര്യങ്ങളും, പിന്നെ യോഗ റൂം വീണ വായിക്കുന്ന അവിടെ, പിന്നെ അതേപോലെ തന്നെ സ്റ്റഡി റൂമിൻ്റെ ഭാഗം, ചെറിയ ഭാഗമുണ്ട് അവിടെ, പിന്നെ നമ്മളെ കോണി റൂം, അങ്ങനെ മൊത്തം ക്ലീനിങ് ആണ് കേട്ടോ. അപ്പോൾ ഇത് 2 ദിവസം മുമ്പ് എടുത്ത വീഡിയോ ആണ്. അതായത് മോളുടെ ഷെൽഫുകൾ മാത്രം വൃത്തിയാക്കില്ല കേട്ടോ. അതിനെടുത്തിട്ടൊരു 3-4 മണിക്കൂർ അത്ര ഉണ്ടായിരുന്നു. കുറേ സാധനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇയാളുടെ എക്യുപ്മെൻറ്റ്സുകളാണ് കരാട്ടയ്ക്ക് ഉപയോഗിക്കുന്ന, ഫൈറ്റിങ്ങിന് ഉപയോഗിക്കുന്ന എക്യുപ്മെൻറ്റ്സുകൾ. അതും പിന്നെ നമ്മൾ ഓരോ ബെൽറ്റ് മാറുമ്പോൾ ആ ബെൽറ്റുകളൊക്കെ പിന്നെ ഷെൽഫിങ്ങിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ പൊടി ഉണ്ടായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ വീഡിയോകളിലൊക്കെ പറയണ പോലെ തന്നെ ഒത്തിരി നീണ്ടുപോയി ക്ലീൻ ചെയ്യാൻ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 മാസത്തോളം നമ്മൾ ഉണ്ടായിരുന്നില്ലല്ലോ. പിന്നെ വന്നതിന് ശേഷം പിന്നെ ഓരോ ഭാഗം അങ്ങനെ ക്ലീൻ ചെയ്യാൻ പറ്റുള്ളൂ. മൊത്തത്തിൽ നമുക്കൊരു ദിവസം ചെയ്യാൻ പറ്റില്ല. ഇതന്നെ ഞാൻ ഇന്നത്തെ ദിവസം, അതായത് ഈ വീഡിയോ എടുക്കുമ്പോൾ 2 ദിവസം മുന്നുള്ള വീഡിയോ ആണ്. ഇത് ഫുള്ള് കബോർഡും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കിയത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് വൃത്തിയാക്കിയില്ല. ഗ്ലാസ്സൊന്നും ഞാൻ തുടച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇന്നാണ് നമ്മൾ പിന്നെ ഗ്ലാസ്സൊക്കെ തുടയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ 2 ദിവസം മുമ്പ് എന്നിട്ട് ഇതൊക്കെ വൃത്തിയാക്കി ഷീറ്റൊക്കെ മാറ്റി, ഷീറ്റൊക്കെ കഴുകിയിട്ടതാണ്. ഈ ബെഡിലെ ഷീറ്റൊക്കെ ഫുള്ള് വൃത്തിയാക്കി കഴുകി. കബോർഡുകൾ എന്ന് പറയുമ്പോൾ കബോർഡിൻ്റെ ഉള്ളിൽ നിറച്ച് സംഭവങ്ങൾ, അതായത് കുറേ ഈ പെൺകുട്ടികളാകുമ്പോൾ കുറേ സംഭവങ്ങളുണ്ടാവുമല്ലോ അവർക്ക്. അതും പോരാണ്ട് കുറേ എന്താ പറയുക, നെയിൽ ആർട്ട് ചെയ്യും. അപ്പോൾ അതിൻ്റെ സംഭവങ്ങൾ അങ്ങനെ എൻ്റെ അമ്മയ്ക്ക് പറയാൻ വയ്യ, അത്രയും മാത്രം ഉണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ കൂടിയിട്ടായിരുന്നു. അപ്പോൾ അത് അന്നത്തെ ദിവസം കഴിഞ്ഞു. പിന്നെ ഇതാ നമ്മൾ ഇന്നത്തെ ദിവസം തുടങ്ങണത് ഇവിടെ നിന്ന് തുടങ്ങിയാണ് കേട്ടോ. ഫുള്ള് ഗ്ലാസ് ക്ലീനിങ് ആണ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ യോഗ റൂമിൽ നിന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചു. മോളുടെ വീണക്കിരിക്കുന്നുണ്ട്. അപ്പോൾ ആ വീണക്കിരുത്ത് മാറ്റി തുടച്ച് അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടുത്തെ ഫുള്ള് ഗ്ലാസ് ആയിരുന്നു തുടച്ചു. അപ്പോൾ കുറച്ച് ദിവസം മുമ്പ് ഞാൻ ഗ്ലാസിൻ്റെ പുറത്ത് നമുക്ക് ബാൽക്കണിയിൽ നിന്ന് തുടയ്ക്കാൻ പറ്റും ഇവിടെ. അപ്പോൾ അത് ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഒരാഴ്ച മുമ്പ് തുടച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും ഒന്നും കൂടി ഞാൻ പുറത്തും തുടച്ചു. അതേപോലെ തന്നെ അകവും വൃത്തിയാക്കി. അപ്പോൾ അകത്ത് ഒരുപാട് പൊടികളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ തുടച്ചു. ഒരു നേരത്തെ പണിയായിരുന്നു കേട്ടോ. രാവിലെ 10 മണിക്ക് തുടങ്ങിയിട്ട് പിന്നെ മോൾക്ക് 5 മണിക്ക് ക്ലാസ് കഴിഞ്ഞ് ഇതുണ്ടല്ലോ, സ്പെഷ്യൽ ക്ലാസ് ഉണ്ടല്ലോ, അത് കഴിഞ്ഞ് 5:30 ഒക്കെ ആയപ്പോൾ വന്നു. അതും കഴിഞ്ഞിട്ട് എൻ്റെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇടയിൽ പിന്നെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. ഇടയിൽ കുറച്ച് പണികളും കാര്യങ്ങളും. പിന്നെ ഭക്ഷണം കഴിക്കും, കുളി നടത്തിയിട്ടില്ല, ഭക്ഷണം കഴിക്കും, ചായ കുടിച്ചു. പിന്നെന്താ, അതിനിടയിൽ എൻ്റെ പൊന്നെ ഞാൻ ഗ്ലാസ് തുടയ്ക്കുന്ന എൻ്റെ ഒരു സ്റ്റിക്ക് ഉണ്ട്, എൻ്റെ പൊന്നെ അതിൻ്റെ, അതായത് തുടയ്ക്കുന്ന സ്പോഞ്ചിൻ്റെ ഭാഗത്തിൻ്റെ ഇപ്പുറത്ത് വെച്ചിട്ട് വിട്ടു. അത് കുറേ നാളായി. അതായത് നമ്മൾ വീട് പണിത് കഴിഞ്ഞ് ഒരു 2-2.5 വർഷമായി. വീട് പണിതതിന് ശേഷം ഞാൻ വാങ്ങിച്ചതാണ്. അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് ഒടിഞ്ഞത്. അപ്പോൾ അങ്ങനെ നമ്മൾ ബാൽക്കണി ഫുള്ള് അടിച്ച് കഴിയൊക്കെ പോകുന്നു കേട്ടോ, ഗ്ലാസ്സൊക്കെ തുടച്ചിട്ട്. ഇപ്പോൾ നമ്മൾ ഞങ്ങളുടെ റൂമിലാണ്. അപ്പോൾ അവിടുത്തെ കർട്ടൻസൊക്കെ തുറന്നിടാണ്. അപ്പോൾ അങ്ങനെ അപ്പോൾ പറഞ്ഞത് അത് ഒടിഞ്ഞപ്പോൾ എൻ്റെ അമ്മേ, ഒടിഞ്ഞാൽ പിന്നെ എനിക്ക് പണി നടക്കില്ല. അതായത് ഞങ്ങളുടെ ഈ റൂം ക്ലീനിങ് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ അത് ഒടിയണത്. അപ്പോൾ അത് കുറേ നാളായപ്പോൾ അതിൻ്റെ ഒരു റബ്ബർ പോലെ ഒരു ഇതാണ്, അത് വിട്ടിങ്ങോട്ട് പോന്നു. അങ്ങനെ ഞാൻ എന്നിട്ട് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പണി മുടക്കായില്ലേ. എനിക്കാണെങ്കിൽ എന്തായാലും ഇത് ചെയ്തേ പറ്റുള്ളൂ. ഇപ്പം നമ്മളിങ്ങനെ നിന്നാൽ പണി കൊണ്ട് കഴിയും. പിന്നെ സുഖമായില്ലേ എന്ന് ആലോചിച്ചിട്ട് ദൈവമേ ഭയങ്കര ഇതായി, എന്താ ചെയ്യണ്ടായിനി ആലോചിച്ചിട്ട്. എനിക്ക് നല്ല രസമില്ലേ കാണാനായിട്ട്, നല്ല പച്ചപ്പും ഇതൊക്കെ ആയിട്ട് ആകാശമൊക്കെ. അതൊരു ഭയങ്കര ഇതാട്ടോ. ഇന്നത്തെ ദിവസം നല്ല വെയിലായിരുന്നു. അപ്പോൾ വെയിലുള്ള കാര്യം കൊണ്ട് അങ്ങനെ ഭയങ്കര രസമുണ്ടായിരുന്നു. പണിയെടുക്കാനൊരു സുഖം ഉണ്ടായിരുന്നു കേട്ടോ.
കുറേ കാലത്തിട്ട് കണ്ടതാണ് വെയിൽ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ സ്റ്റിക്ക്. എന്നിട്ട് പിന്നെ ഞാൻ എന്തിട്ട് ചെയ്യാന്ന് ആലോചിച്ച്, അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഏട്ടൻ വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏട്ടൻ അതിനിടയ്ക്ക് വിളിച്ചിട്ട് ഞാൻ പറഞ്ഞായിട്ട് ഇങ്ങനെ അപ്പോൾ ഏട്ടനോട് ഏട്ടൻ പെട്ടെന്ന് ഏട്ടന് പിന്നെ ഈ പണികളൊക്കെ ഉള്ള കാരണം കൊണ്ട് അറിയണ കാര്യം കൊണ്ട് എന്താ പറയുക കൊത്രക്കുള്ളി പണി എന്തൊക്കെ പറയുള്ളതിന് അങ്ങനത്തെ ഉള്ള കാര്യം കൊണ്ട് ഏട്ടനപ്പം തന്നെ പറഞ്ഞു അത് ഉരുടുത്തിട്ട് അതിൻ്റെ ഉള്ളിലൊരു നമ്മളെ പ്ലംബിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു PVC പൈപ്പ് കയറ്റി വയ്ക്കി, രണ്ടിൻ്റെ നടുക്കിലായിട്ട് വയ്ക്കി. എന്നിട്ട് അത് ഏട്ടൻ വീണ നന്നാക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഗണ്ണുണ്ട്. അപ്പോൾ ആ ഗണ്ണ് ഗണ്ണെന്ന് വെച്ചാൽ ഹീറ്റ് ചെയ്യുന്നത് ഗണ്ണ. അപ്പോൾ അതായിട്ട് ഹീറ്റ് ചെയ്യാൻ പറഞ്ഞു. ചൂടാക്കി കഴിഞ്ഞാൽ അത് ഉരുകി അവിടെ ഇരുന്നോളും, പിന്നെ കുഴപ്പമില്ലാന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്തു. സമാധാനമായി. പിന്നെ അത് കാരണം കൊണ്ട് ബാക്കിയുള്ള പണികളും കൊണ്ട് നടന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ റൂം കഴിഞ്ഞു. പിന്നെ മോളുടെ റൂമിലോട്ട് വന്നു. അപ്പോൾ എൻ്റെ റൂം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒടിഞ്ഞത്. അത് കഴിഞ്ഞ് മോളുടെ പിന്നെ കുറേ നേരം എടുത്തിട്ട് അത് റെഡിയാക്കിയിട്ടൊക്കെയാണ് മോളുടെ റൂമിൽ ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ റെഡിയായി, സൂപ്പറായി, ചെയ്യാൻ പറ്റുന്നുണ്ട്, നല്ല അടിപൊളിയായി. അത് ഞാൻ മീഷോന്ന് വാങ്ങിച്ചതാണ്. പക്ഷേ ഉണ്ടല്ലോ ഇപ്പോൾ അത് എന്താ പറയുക ഇതില്ല എന്ന് പറയണേ. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ ഒരുപാട് പ്രാവശ്യം പിന്നെ ഇന്നലെയും ചെയ്ത് നോക്കി, അപ്പോഴും ഇല്ല, സ്റ്റോക്കില്ല എന്നാണ് പറയണത്. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാനിപ്പോൾ എന്താ ചെയ്യുക. ഇത് നല്ലൊരു യൂസ്ഫുള്ളായിട്ടുള്ള സംഭവമായിരുന്നു കേട്ടോ. എങ്ങനെയാണ് ഇതിന് കിട്ടാമെന്ന് എനിക്കറിയില്ല. ഇതുള്ള കാര്യം കൊണ്ട് ഹൈറ്റുള്ളിടത്തേക്ക് ഭയങ്കര ഹൈറ്റാണല്ലോ, ഫുള്ള് ലെങ്ത്ത് ഗ്ലാസ് ആണല്ലോ. അപ്പോൾ ഈ ഹൈറ്റുള്ളിടത്തേക്ക് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് ചെയ്യാനായിട്ട്. ഇതാകുമ്പോൾ അതുകൊണ്ട് തുടച്ചെടുത്തിട്ട് വൈപ്പ് ചെയ്ത് ഇങ്ങോട്ട് ഇറക്കിയാൽ മതി. അപ്പോൾ 2-3 പ്രാവശ്യം ആദ്യം സോപ്പിട്ട് കഴുകുക, പിന്നെ കഴിഞ്ഞിട്ട് നല്ല വെള്ളം എടുത്തിട്ട് നല്ല വെള്ളം കൊണ്ട് കഴുകുക. അപ്പോൾ എന്നിട്ട് വൈപ്പ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ഇത് ക്ലീനായി, ഗ്ലാസ് പിന്നെ ക്ലീനാവും. അപ്പം അങ്ങനെ ഒക്കെ ഹൈറ്റ് ഗ്ലാസ്സുകളല്ലേ. അപ്പോൾ നമുക്ക് എനിക്കാണെങ്കിൽ പറഞ്ഞ പോലെ ഹൈറ്റും ഇല്ല. അപ്പം അങ്ങനെ നമ്മൾ അവിടെയൊക്കെ തുടച്ച് മോളുടെ റൂം കഴിഞ്ഞു. പിന്നെ നമ്മൾ കോണി റൂമിൻ്റെ ഭാഗത്തെത്തിയിട്ടാണ്. അപ്പം അങ്ങോട്ടേക്ക് മുകളിലോട്ടൊരു കുഞ്ഞ് ഗ്ലാസ് അവിടേക്ക് തുടച്ചിട്ടില്ല കേട്ടോ. അങ്ങോട്ട് മുകളിലോട്ടുണ്ട്, അത് തുടച്ചിട്ടില്ല. പിന്നെ എന്നിട്ടാ ഇനി പറുകുകളൊക്കെ ഉണ്ട്. ആ പറുകുകളൊക്കെ ഒന്ന് കഴുകണം. അതും കൂടി കഴുകി ഇതിനേക്കാളും സൂപ്പർ വെളിച്ചാവും. അല്ലാണ്ട് തന്നെ മോള് വന്നിട്ട് പറയായിരുന്നു, അമ്മ ഇപ്പോൾ നല്ല വെളിച്ചായല്ലാന്ന്. അതായത് പൊടി ഉണ്ടെങ്കിൽ ഇത്തിരി മങ്ങൽ വരില്ല. നമ്മളെ വീട്ടിലെങ്കിൽ പകൽ ലൈറ്റ് ഇടേ വേണ്ട. പകൽ ലൈറ്റ് ഇല്ലാത്തൊരു ലൈറ്റ് ഇടാത്തൊരു വീടാണത്. ഒട്ടും ലൈറ്റ് വേണ്ട നമുക്ക് കർട്ടനൊക്കെ തുറന്നിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതിൽ കൂടെ ഇന്നലെ ക്ലീനിങ് കൂടി കഴിഞ്ഞപ്പോൾ ഭയങ്കര രസമായി. മോള് വന്നിട്ട് അമ്മ പ്രത്യേക വെളിച്ചായല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ നാളത്തിൽ തുടച്ചപ്പോഴേ അതിൻ്റെ ഒരു ഇതുണ്ടാവുമല്ലോ. പിന്നെ ഇത് ഫുള്ള് നമുക്ക് ദിവസേന ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലല്ലോ. അത് തന്നെ ഞാൻ നന്നായി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ചെയ്തുകൊണ്ടിരിക്കും. നമുക്കിഷ്ടമുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ ഇന്നലെ എൻ്റെ ഏട്ടൻ ചീത്ത പറയുമായിരുന്നു, വേണ്ട നീ എന്തിന് ഇത്ര എടുത്ത് എനിക്ക് കുറച്ച് എടുത്താൽ പോരെന്നൊക്കെ. പക്ഷെ അപ്പോഴും നമ്മൾ മൊത്തം വൃത്തികേടാവും. ഇതിപ്പോൾ വെള്ളമൊക്കെ വീണേ നമ്മൾ തുടച്ചുകൊണ്ടിരിക്കുമ്പോൾ നിലത്തൊക്കെ വെള്ളം വീഴും. അപ്പോൾ അങ്ങനെ വൃത്തികേടാവും. അപ്പോൾ പിന്നെ ആകെ ചളിയാവും. പിന്നെ പിറ്റേ ദിവസം വീണ്ടും ചെയ്യാമെന്ന് കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. ഇതാകുമ്പോൾ ഒറ്റയടിക്ക് അങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലല്ലോ. അപ്പം ഇന്ന് ഫ്രീ ആയി സമയത്താണ് ഇപ്പോൾ ഈ റെക്കോർഡിങ്ങൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഓഡിയോ റെക്കോർഡിങ് ചെയ്യണത്. അപ്പോൾ അങ്ങനെ പിന്നെ നമ്മൾ വീണ്ടും യോഗ റൂമിലോട്ട് വന്നു. 2 റൂമും തുടച്ച് കഴിഞ്ഞു. ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ തുടച്ചു. അതിന് മുന്നേ ഫാൻ വൃത്തിയാക്കി. ഫാനൊക്കെ വൈറ്റ് ഫാൻ കാരണം കൊണ്ടേ അതിലൊക്കെ പൊടി വന്നിരുന്ന പെട്ടെന്ന് അറിയാൻ പറ്റും. അപ്പോൾ അതൊക്കെ തുടച്ചു. അങ്ങനെ മോളുടെ വീണയുടെ ഭാഗം അങ്ങോട്ട് നീക്കി വെച്ചു, തുടച്ചിട്ട് നീക്കി വെച്ചു. നെറ്റൊക്കെ എടുത്ത് വീണ്ടും അവിടെ ഒന്ന് തുടച്ചു. എന്നിട്ട് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് സാധനങ്ങൾ അവിടെ ഒരുപാട് വയറുകളൊക്കെ ഉണ്ടല്ലോ, ഈ സ്പീക്കറിൻ്റെ വയറും കാര്യങ്ങളും എന്താ പറയുക. അപ്പോൾ അതൊക്കെ അങ്ങനെ നമുക്ക് അങ്ങനെ പെട്ടെന്ന് എടുത്ത് മാറ്റാനൊന്നും പറ്റില്ല, സൂക്ഷിച്ച് തന്നെ ചെയ്യണം ഇതൊക്കെ. അങ്ങനെ അവിടെ തുടച്ചിട്ട് ആ മാറ്റ് നീക്കിയിട്ടിട്ട് വീണ് അങ്ങോട്ട് എടുത്ത് വെച്ചു. പിന്നെ നമ്മൾ ഓരോ സാധനങ്ങൾ ഓരോന്നോരോന്ന് എടുത്തിങ്ങോട്ട് അങ്ങോട്ട് മാറ്റി വെച്ചു. ഇതൊക്കെ ഇങ്ങനെ സ്പീഡിൽ കാണിക്കണമെന്ന് വെച്ചാൽ സ്പീഡിൽ കാണിച്ചാലേ ഇതൊക്കെ കാണിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ 3-4 മണിക്കൂർ വീഡിയോ ഇടേണ്ടി വരും ഞാൻ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഇത്രയ്ക്ക് ഹൈ സ്പീഡിൽ ഇങ്ങനെ കാണിക്കുന്നത് കേട്ടോ. അങ്ങനെ അവിടെയൊക്കെ തുടച്ചു. പിന്നെ അവിടെ ഉണങ്ങിയിട്ട് അടുത്ത മാറ്റ് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതുവരയ്ക്ക് ഇവിടെയൊക്കെ ഒന്ന് തുടച്ചെടുത്തു. അപ്പോൾ ഇവിടെ ഫുള്ള് തുടച്ച് അങ്ങനെ തുടച്ച് എൻ്റെ അമ്മ അപ്പോഴേക്കും ഒരു സമയമായിട്ടാണ്. അപ്പോൾ ഞാൻ അച്ഛനെ പറഞ്ഞയച്ചു മോളെ വിളിക്കാനായിട്ട്. 5 മണി ആവാനായപ്പോഴേ അച്ഛൻ പോയി. അപ്പോൾ ഞാൻ ഫോണും കൊടുത്തയച്ചു അച്ഛൻ്റെ കയ്യിൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് എന്തെങ്കിലും വാങ്ങിക്കണമെങ്കിൽ വാങ്ങിച്ചോട്ടെ, ഗൂഗിൾ പേ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട്.
അപ്പോൾ അങ്ങനെ ചെയ്തു. അപ്പോൾ അച്ഛൻ പോയി, പിന്നെ കുഴപ്പമില്ല. അങ്ങനെ പിന്നെ നമ്മൾ ഗസ്റ്റ് റൂമിലോട്ട് വന്നിട്ടാണ്. ഗസ്റ്റ് റൂമിൽ വന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് തുണികളൊക്കെ ഉണ്ട്, അലക്കിയ തുണികളൊക്കെ മടക്കി വയ്ക്കാനൊക്കെ കബോർഡിലേക്ക് വെക്കാനായിട്ട് വെച്ചിട്ടുണ്ടായില്ല. അത് പിന്നെ നമ്മളത് റൂം ഉപയോഗിക്കണില്ലല്ലോ, അങ്ങനെ നമുക്ക് എന്താ പറയുക ആരും കണക്ക് എടുക്കാനില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് ആ റൂം അങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ തുണികളൊക്കെ ഞാൻ അവിടെ കൊണ്ടുവന്ന് വിടാം. പിന്നെ ഞങ്ങളുടെ റൂമിൽ വന്നിട്ട് വിരിയൊക്കെ വിരിച്ചു കേട്ടോ. അങ്ങനെ ഫൈനലി ഇതാണ് നമ്മളുടെ റൂമിൻ്റെ കോലം. അയ്യടാ. അപ്പം അങ്ങനെ അപ്പം നമുക്ക് ഇവിടെ ഒരു ഗ്ലാസ് ഉണ്ട് കേട്ടോ. ഈ ഗ്ലാസ് അങ്ങോട്ടേക്ക് എന്താ പറയുക കർട്ടൻ തുറന്നിട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് താഴോട്ട് കാണാം. അപ്പോൾ അവിടെ അച്ഛനമ്മ ടി വി കാണുന്നുണ്ട്, സിറ്റ് ഔട്ട് കാണാം. അപ്പം നമുക്ക് ഇവിടെ കിടന്നും കൊണ്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്കൊന്ന് നോക്കാനും രാത്രി കാലങ്ങളിലാണെങ്കിലും നോക്കാനൊക്കെ സുഖമാണ്. അപ്പോൾ ഇന്നലെ രാത്രി കിടന്നപ്പോൾ ഞാൻ ഈ കർട്ടന് അടച്ചില്ല കേട്ടോ, അടയ്ക്കാണ്ട കിടന്ന് രസം. നല്ല വെളിച്ചൊക്കെ 3 സൈഡിൽ നിന്ന് വെളിച്ചം, പിന്നെ ഡോറടക്കം ഗ്ലാസ് ആണല്ലോ, വെളിച്ചൊക്കെ കൊള്ളാം, നല്ല രസമാണ്. അപ്പം അങ്ങനെ അവിടെ നിന്നൊരു വ്യൂ ഉണ്ട്. പിന്നെ എന്താ പിന്നെ ഇത് ഇവിടുത്തെ ഇപ്പോൾ കഴിഞ്ഞു. അത്യാവശ്യം നമ്മൾ ഒരു ഷീറ്റ് എടുത്തു. ഈ ഷീറ്റൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം അവിടെ മോളുടെ റൂമിലുണ്ടായത്, അതൊക്കെ കഴുകി വൃത്തിയാക്കിയാണ് കേട്ടോ. ഇതും അത് കഴിഞ്ഞ ദിവസം ബെഡിൽ കിടന്നിരുന്നതാണ് എന്നിട്ട് അത് കഴുകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴുകിങ്ങോട്ട് ഇപ്പോൾ ഇന്ന് വിരിച്ചതാണ് കേട്ടോ. അല്ലാണ്ട് പൊടിയുള്ളതല്ല കേട്ടോ, ചിലപ്പോൾ ഈ പൊടിയുള്ളതാണെന്നല്ല, 2 ദിവസം മുന്നുള്ള വീഡിയോയിലായിരുന്നു, അതിനുശേഷം കഴുകി വൃത്തിയാക്കിയതാണ്. അപ്പോൾ അതും മോളുടെ റൂമിലും സെറ്റാക്കി കൊടുത്തു. അങ്ങനെ മോളുടെ റൂം സൂപ്പറാക്കിയത്. ബെൽറ്റുകളൊക്കെ അവിടെ വെച്ചു, എക്യുപ്മെൻറ്റ്സ് സാധനങ്ങൾ എല്ലാം അവിടെ വെച്ചു കേട്ടോ. ഹെൽമെറ്റ് ഉണ്ട്, പിന്നെ പഞ്ച് ചെയ്യുമ്പോഴത്തെ ഗ്ലൗസുകൾ, അങ്ങനെ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട് അയാൾക്ക്. അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ചു. അങ്ങനെ പിന്നെ അവിടുത്തെ കർട്ടൻ തുറന്നിട്ടു. അപ്പോൾ അങ്ങോട്ട് നോക്കിയാൽ നമ്മൾ പറമ്പ് കാണാൻ മതി. അവിടെ പറമ്പിൽ അമ്മ അലക്കിയൊക്കെ ഇട്ടിട്ടുണ്ട്. വെയിൽ കണ്ടപ്പോൾ നല്ലോണം അലക്കിയൊക്കെ ഇട്ടിട്ടുണ്ട് അവിടെ. അമ്മ കൊണ്ടുപോയി അവിടെ അലക്കി വയ്ക്കുക. പിന്നെ നമ്മൾ നന്ദും അമ്മും ഒക്കെ നിൽക്കുന്നുണ്ട് അവിടെ. അപ്പോൾ അങ്ങനെ നമ്മുടെ പറമ്പാണ് ഇട്ടത്. അപ്പം മോളുടെ റൂം സൂപ്പറായില്ലേ. പിന്നെ എന്താ, ഇനിയാണ് അടുത്ത പണി. ഇനി ഗസ്റ്റ് റൂമിൽ നമുക്ക് അവിടെ പോയി ഇങ്ങോട്ട് നമ്മളുടെ വീണ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അവൻ്റെ അപ്പുറത്തെ സ്പീക്കറൊക്കെ അതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു. പിന്നെ ഇപ്പുറത്ത് വന്നിട്ട് ഗസ്റ്റ് റൂമിൽ കുറേ തുണികളുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ അങ്ങ് ഷെൽഫിലോട്ട് മാറ്റി വെച്ചു കേട്ടോ. പിന്നെ അവിടെ മോളുടെ എക്യുപ്മെൻറ്റ്സിൻ്റെ വേറെ കുറച്ച് ബാഗുകളൊക്കെ ഉണ്ടായി, അപ്പോൾ അതൊക്കെ കട്ടിലിൻ്റെ അടിയിലേക്ക് വെച്ചു. പിന്നെ അത് കഴിഞ്ഞ് വന്നിട്ട് ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ അടുത്ത് പെയ്യാൻ ഒരു ഇതുണ്ടായിരുന്നു, 5:30 ആയില്ലേ. അപ്പം ഞാൻ വേഗം പോയിട്ട് മുറ്റടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ മുറ്റം അടിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ അല്ലെങ്കിൽ പിന്നെ മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മഴയത്ത് അത് ഭയങ്കരമായിട്ട് വെള്ളം നനഞ്ഞ് പിന്നെ അവിടെ ഒട്ടിപ്പിടിച്ച് പിന്നെ വൃത്തികേടാവും. അപ്പോൾ അല്ലെങ്കിൽ പിന്നെ വാട്ടർ നമ്മൾ മറ്റേ ഗണ്ണുണ്ടല്ലോ, കാർ വാഷ്, അതെടുത്തിട്ട് അടിച്ച് ഞാൻ വൃത്തിയാക്കാറ്. അങ്ങനെ അത് വൃത്തിയാക്കിയിട്ട് ഇങ്ങോട്ട് പോകുന്നു. അവിടെ വൃത്തിയാക്കി കഴിഞ്ഞാൽ മഴ പെയ്താലും കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഗസ്റ്റ് റൂമിലോട്ട് വന്നു. അപ്പോൾ ഇതിലത്തെ വിരി ഞാൻ മാറ്റിയിട്ടില്ല കേട്ടോ, വേണ്ടി മാറ്റാൻ പോയില്ല. പിന്നെ ഇവിടെ ഞാൻ ബാത്റൂമിൽ കുറേ ഈ പറഞ്ഞ പോലെ നമ്മൾ ബക്കറ്റിൽ വെള്ളം എടുത്തിട്ട് തുടയ്ക്കാനൊക്കെ ഉപയോഗിക്കുന്ന വെള്ളം ഈ ബാത്റൂമിലാണല്ലോ ഒഴിച്ച് കളഞ്ഞത്. അപ്പോൾ അവിടെയൊക്കെ അത്യാവശ്യം കരിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കി കഴുകി ബാത്റൂം ഒന്ന് കഴുകിയിട്ടു കേട്ടോ. ആ ഗ്ലാസ്സൊക്കെ കർട്ടനൊക്കെ അങ്ങോട്ട്, അതും നമ്മൾ ഗ്ലാസ് തന്നെയാണ്. അപ്പോൾ ആ കർട്ടനൊക്കെ നീക്കിയിട്ട് അങ്ങനെ അവിടെ ചെയ്തു. പിന്നെ ഇവിടുന്ന് താഴെ സ്റ്റെപ്പ് തുടച്ച് താഴേക്ക് ഇറങ്ങി. പിന്നെ താഴെ മോളിൽ പോയി വന്നിട്ട് വീണ്ടും കണ്ട അയാൾക്ക് ഒരു ചെപ്പ് ഉണ്ടായി, ചെപ്പ് എന്നല്ല പറയാ, ബോക്സ്. അതിലാണ് ഇയാളുടെ നെയിൽ ആർട്ടിൻ്റെ സംഭവങ്ങളൊക്കെ. അന്നിരുന്നിട്ട് അത് ചെയ്യണം കേട്ടാ. ഈ നെയിൽ ആർട്ട് ചെയ്യലാണ് എപ്പോഴും തന്നെ പരിപാടി, സ്വന്തമായിട്ട് ചെയ്യല പരിപാടി. അപ്പം അങ്ങനെ അപ്പം ഞാൻ സന്ധ്യ ആയിട്ടപ്പോഴേക്കും വിളക്ക് വയ്ക്കാനായി. അപ്പോഴേക്കും ഞാൻ വേഗം അവിടെയൊക്കെ തുടച്ചെടുത്ത് വൃത്തിയാക്കി. അപ്പോൾ കുക്കിംഗ് പരിപാടിയൊന്നും എനിക്ക് ഉണ്ടായില്ല ഇന്നലെ, അതൊക്കെ അമ്മ തന്നെയാണ്. അമ്മ മുതിരക്കറിയും കഞ്ഞിയൊക്കെ വെച്ചു. അങ്ങനെ 7-7:30 മണിയൊക്കെ ആയപ്പോൾ ഫൈനലി നമ്മൾ ഒന്നും കൂടി ഒരു വീഡിയോ എടുത്തു, റൂമിൻ്റെ ലൈറ്റൊക്കെ ഇട്ടതിന് ശേഷം കേട്ടോ. അവിടെ താഴെ അമ്മ വിളക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ വിളക്ക് കാണാം, സിറ്റ് ഔട്ടിൽ വിളക്കിരിക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ മോൾ ഉറങ്ങാൻ കിടക്കണം, എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ സോഫയിൽ കിടക്കുന്നുണ്ട്. പിന്നെ അപ്പോൾ എനിക്ക് പിന്നെ ഇനിയിപ്പോൾ കുളിക്കേ വേണ്ടു. അപ്പോൾ അതിനിടയ്ക്ക് ഏട്ടൻ വിളിച്ചിട്ട് വേറെ കാര്യങ്ങളുണ്ട്, ക്യാമറ ഫുൾ ക്യാമറ ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഏട്ടനെ അപ്പോൾ മാറാലൊക്കെ പിടിച്ചിട്ടുണ്ടാവില്ല, അപ്പോൾ അതും കൂടി ക്ലീൻ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അതിനിടയ്ക്ക് അതിന് പോയിട്ടാ, അത് വീഡിയോ എടുത്തിട്ടുണ്ടായില്ല. അങ്ങനെ അവിടെ ചെന്നിട്ട്
ക്യാമറകൾ ഫുള്ള് ക്യാമറ ചുറ്റും നടന്നിട്ട് ക്യാമറ വൃത്തിയാക്കിയായിരുന്നു എൻ്റെ അമ്മ. അപ്പോൾ അതൊക്കെ വൃത്തിയാക്കി ക്യാമറ എല്ലാതും തുടച്ച് മറാലൊക്കെ പോയി. അപ്പം ഒന്നും കൂടി ക്ലിയറായി. അപ്പോൾ അത് ഏട്ടൻ തന്നെ അവിടെ നിന്ന് നോക്കും, ഫോണിൽ ഏട്ടൻ നോക്കിയിട്ട് ഓരോരോ ക്യാമറകൾ പറഞ്ഞു തന്നിട്ട് ഓരോന്നും ഞാൻ തുടച്ച് വൃത്തിയാക്കി. അപ്പോൾ അത് കാരണം കൊണ്ട് പിന്നെ ഏട്ടനുള്ള അതിലുള്ള കാരണം കൊണ്ട് ഞാനിത് ഓണാക്കിയിട്ടുണ്ടായില്ല കേട്ടോ. ഇതേ ഇന്ന് അലക്കിയ തുണികളാണ് കേട്ടോ എടുത്തുങ്ങാട്ട് അവിടെ ഇട്ടേക്കുന്നത്. മറ്റേതൊക്കെ മടക്കി വെച്ചതല്ലേ, വേറെ തുണികളാണ്, ഇനി ഇത് മടക്കി വെക്കണം. അപ്പം അങ്ങനെ ഗസ്റ്റ് റൂമിന് ആരും ഉപയോഗിക്കാത്ത ആരും കൊണ്ട് അങ്ങനെ ഷീറ്റ് മാറ്റാൻ പോയില്ല. പിന്നെന്താ അപ്പോൾ പിന്നെ എന്നിട്ടായിരുന്നു ക്യാമറ ഒക്കെ തുടച്ച് കഴിഞ്ഞിട്ട് ശേഷം പിന്നെ എനിക്ക് ഇനി കുളിക്കാമല്ലോ പിന്നെ കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്നു, ഏട്ടനോട് വർത്തമാനം പറഞ്ഞിരുന്നു. അങ്ങനെ പിന്നെ കുളിക്കാമെന്ന് വിചാരിച്ചിട്ട് കുളിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടാ. കുളിക്കാൻ വെളിച്ചെണ്ണയൊക്കെ മുഖത്ത് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ എടുത്ത് പറ്റി അങ്ങനെ കുളിക്കാൻ പോയി. പിന്നെ കുളി കഴിഞ്ഞു വന്നു. അപ്പോൾ വാട്ടർ ഹീറ്റർ ഓണാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം ഇരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം ചൂടാവണ്ടേന്ന് വെച്ചിട്ട് അങ്ങനെ വെള്ളം ചൂടായപ്പോൾ കുളിക്കാൻ കയറി. അത്രയ്ക്കൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത്. നല്ല രസമായിരുന്നു. അപ്പോൾ കുളി കഴിഞ്ഞു വന്നു കേട്ടോ. അപ്പോൾ എന്താ കുളി കഴിഞ്ഞ് വന്നിട്ട് ഇനി കുറച്ച് മേക്കപ്പ് ആവാമെന്ന് വിചാരിച്ചു, ഒന്ന് സുന്ദരി ആവാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊന്നുമില്ല, ഇത് ഏട്ടൻ അവിടെ നിന്ന് വാങ്ങിച്ചെന്നൊരു ഇതാണ് കേട്ടോ. എനിക്ക് ക്രീമാണ് നല്ലതാട്ടാ, നല്ല ഇതാണ്. അപ്പോൾ അത് കുറച്ചിങ്ങനെ മുഖത്ത് പരട്ടി. പിന്നെ വേറെ ഒന്നുമില്ല, പ്രത്യേകിച്ചൊന്നുമില്ല. ഒരു പൊട്ട് പിന്നെ ഉണ്ട് നെറ്റത്ത്, അത് ബാത്റൂമിൽ ഒരിടത്ത് തൊട്ടതാണ് ഉണ്ടായത്. അപ്പം അങ്ങനെ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നല്ല വെളിച്ചവും നല്ല രസമായി. ഒന്നും കൂടി തുടച്ചപ്പോഴൊക്കെ പിന്നെ ഡോറുകളൊക്കെ വൃത്തിയെല്ലാം വൃത്തിയായി. അപ്പോൾ ആ ഒരു സമാധാനത്തിലാണ് ഞാനിപ്പോൾ ഇരിക്കണത്. അപ്പോൾ ഇന്നലെ ഞാൻ ഇങ്ങനെയൊക്കെ വരുന്നു പറയുന്നുണ്ട്. അപ്പോൾ ഏട്ടനാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിട്ട് പറയും കഴിഞ്ഞില്ലേ എന്തിട്ടത് എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് മതി എന്നൊക്കെ. അപ്പോൾ ഞാൻ പറയും എൻ്റെ ഹോബി ഇതാണ്, എനിക്കിതാണ് ഇഷ്ടം, അപ്പോൾ ഞാനത് ചെയ്യട്ടെ എന്നറിയാം. അല്ല പിന്നെ എനിക്ക് വെച്ചാൽ പിന്നെ അത് ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ തന്നെ കഴിയട്ടെ എന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെയാണ് വീട്ടമ്മമാർക്ക് എന്താല്ലേ പണിയില്ലാന്ന് പറഞ്ഞാൽ പണിയൊക്കെ ഉണ്ടാവും അല്ലേ. പണിയുണ്ട്, പക്ഷേ ഏട്ടൻ പറയും കേട്ടോ പണിയുണ്ട്. എൻ്റെ ഏട്ടൻ അങ്ങനെ ഇതാക്കി പറയാറില്ല. ചിലപ്പോൾ എന്നെ ചൂടായിട്ടൊക്കെ നിനക്ക് പറയുന്നുള്ളവരുണ്ട്, പക്ഷേ ഏട്ടനും പറയാറില്ല. അതുകൊണ്ടാണ് ഇന്നലെ പണിയെടുക്കുന്നുണ്ടപ്പോൾ എന്നോട് നിൻ്റെ ഇത് കഴിഞ്ഞില്ല, നീ പിന്നെ മോളിൽ കയറിക്കുമ്പോൾ അപ്പോൾ തുടങ്ങും. മോളിൽ കയറണ്ട ഞാൻ പറഞ്ഞിട്ടില്ലേ. പക്ഷെ മോളിൽ കയറേണ്ട സ്റ്റിക്കുള്ള കാര്യം കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു പോകണത്. അല്ലെങ്കിൽ ഈ ക്ലാസ്സൊന്നും തുടയ്ക്കാൻ പറ്റില്ല ഏട്ടനെ കൊണ്ട്. എനിക്കത് വാങ്ങിക്കണം, അത് എവിടെ നിന്നാണ് എനിക്ക് കിട്ടാമെന്ന് എനിക്കറിയില്ല. അപ്പം അങ്ങനെ പിന്നെ നമ്മൾ കണ്ണൊക്കെ ഒന്ന് എഴുതി സുന്ദരിയായി അല്ലേ. എനിക്ക് അങ്ങനെയാണ് കേട്ടോ. രാത്രിയാണെങ്കിലും നമ്മൾ ഇന്നിപ്പോൾ പണിയുള്ള കാര്യം കൊണ്ട് രാത്രി കുളിച്ചെന്നുള്ളൂ, സന്ധ്യയ്ക്ക് കുളിച്ചെന്നുള്ളൂ. അതല്ലെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു രാത്രി ഒന്ന് ഫ്രഷായിട്ടൊക്കെ എടുക്കുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ ഈ ഡ്രസ്സ് ഇട്ടിട്ടുണ്ടെങ്കിൽ പോലും കിടക്കാൻ നേരത്താകുമ്പോഴേക്കും എനിക്ക് അപ്പോഴേക്കും കിടക്കുമ്പോൾ ഒരു ഫ്രഷായിട്ട് നൈറ്റ് എടുത്തിടണം, അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളുടെ ഒരു ദിവസം എന്ന് പറയുന്നത്. അപ്പം ഇനിയുണ്ട്, ഇനി നാളത്തെ പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ നാളത്തല്ല ഇന്നത്തെ പണി. ഇതിപ്പോൾ ഇന്നലത്തെ അല്ലായിരുന്നു. ഇന്നത്തെ പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയർ വെയിൽ കാണുന്നുണ്ട് ഇന്നലത്തെ പോലെ. ചെയറുകളൊക്കെ ഫുള്ള് വൃത്തിയാക്കണമെന്നുണ്ട്. ഡൈനിങ് ടേബിളിലെ ചെയറുകളൊക്കെ ഒന്ന് കഴുകണമെന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളുടെ ഒരു ദിവസങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ക്ലീനിങ് വീഡിയോ തന്നെയാണ് എനിക്ക് കൂടുതലായിട്ട് ഇപ്പോൾ ഇടാനുള്ളൂ. കുക്കിംഗ് വീഡിയോ ഞാനിപ്പോൾ ഇടലേ ഇല്ല. അപ്പോൾ അത്രയ്ക്കൊക്കെ ഉള്ളൂ. ഇനി അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അല്ലേ. ഓക്കേ. അപ്പോൾ ഇനി എന്താ നാളെ മറ്റേ നമ്മളുടെ ഇതൊക്കെ ആയിട്ട് വരാം. എന്നിട്ടാണ് വേറൊക്കെ തുടയ്ക്കണമെന്നൊക്കെ ആയിട്ട് വരണ്ടേ കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.